നല്ല നാടൻ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കപ്പയെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലി കളഞ്ഞ കപ്പയെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. നമ്മൾ ചെറിയ കട്ട് കൊണ്ട് അതുപോലെ തന്നെ മണ്ണിൽ പൊടി ഒരുപാടുണ്ടെങ്കിൽ നല്ലപോലെ 2-3 വെള്ളത്തിൽ നമുക്ക് പൈപ്പിൻ്റെ കൂട്ടിയിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത കപ്പയെല്ലാം കൂടെ ഞാനൊരു പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. കഴുകിയെടുത്ത കപ്പയെല്ലാം കൂടെ നമുക്കൊന്ന് പുഴുങ്ങാൻ അടുപ്പേ വെക്കാം. അതിന് വേവാൻ വേണ്ടിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. കപ്പയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം നമ്മൾ ഊറ്റി കളയേണ്ടതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്നും നമ്മൾ ഇപ്പോഴേ ഇടത്തില്ല. നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. കപ്പ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പ ഇപ്പോൾ ഇവിടെ പാതി വേവായിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പാതി വേവായിട്ട് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. ആദ്യം ഉപ്പിട്ട് ചിലപ്പം കപ്പ കയറിയാൽ കല്ലിക്കും. ഇത് നല്ല വേവ് കുറഞ്ഞ കപ്പയാണ്, പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അളവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉപ്പിൻ്റെ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം ഊറ്റിക്കളയേണ്ടതാണ്. കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഊറ്റിയെടുക്കാം നമുക്ക്. ഞാനൊരു ചരുവത്തിനകത്തോട്ട് ഒരു വലിയ അരിപ്പ് വെച്ചിട്ട് അതിനകത്തോട്ടാണ് കപ്പ തട്ടിയിടുന്നത്. അതിന് വെള്ളം നല്ലപോലെ പോകും. നമ്മുടെ കയ്യിലൊന്നും പൊള്ളത്തൊന്നുമില്ല. ഇനി നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കാം. വെള്ളം നല്ലപോലെ പോയിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോയതുമില്ല, എന്നാൽ ആവശ്യത്തിനോട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഉള്ളിച്ചമ്മന്തിയും കൂടെ തയ്യാറാക്കണം. കപ്പയ്ക്ക് നല്ലൊരു കോമ്പിനേഷന് നല്ല ഉള്ളിയും പച്ചമുളകും ഉള്ള നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരവും അതുപോലെ രാത്രിയിലത്തെ ഫുഡിന് പകരമായിരിക്കും നമ്മൾ കപ്പ പുഴുങ്ങുന്നത് ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കുന്നത്. ഞാനിവിടെ രാത്രിയിലേക്കാണ് തയ്യാറാക്കിയേക്കുന്നത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഇത് സ്ഥിരമായിരുന്നു. ഇനി നമുക്ക് നല്ലൊരു ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാം. മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മളൊരു അരക്കപ്പ് കൊച്ചുള്ളി പൊളിച്ചതിട്ട് കൊടുക്കാം. എരിവിനാവശ്യമായി പച്ചമുളക് എന്ന് വെച്ചാൽ 6-7 പച്ചമുളക് എടുക്കും. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം വാളംപുളി എടുക്കാം. കുരുവൊന്നും ഇല്ലാത്ത പുളി വേണം എടുക്കാൻ. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവുകയും വേണ്ട, നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ചെറിയ രീതിയിൽ ക്രഷ് ചെയ്ത് അരച്ചെടുത്താൽ മതിയേ. നമ്മളിവിടെ ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. എരിവിന് നല്ലപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കാന്താരിമുളക് ആയാലും കുഴപ്പമില്ല. നമ്മളെല്ലാം ചതച്ചെടുത്ത് എല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ഇനി ചതച്ചെടുത്ത ഈ ചമ്മന്തിക്കകത്തോട്ട് നമ്മൾ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവ് കാണും, അതുകൊണ്ട് ആ പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചൂടോടെ തന്നെ കഴിക്കാം. കൂടെ ഒരു സുലൈമാനിയും കൂടെ ഉണ്ടെങ്കിൽ പൊളിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എത്ര വലിയ ഹോട്ടലുകളിൽ പോയി വില കൂടി ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരമായ ഒരു ഫുഡ് തന്നെയാണ് കപ്പ പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തിയും. ഇത് ഇഷ്ടമല്ലാത്ത മലയാളികൾ കാണത്തില്ല അല്ലേ? ഇതിൻ്റെ ഒരു ടേസ്റ്റും ഗുണമൊക്കെ ഒരു വേറെ ലെവലാണ്. അത് നമുക്ക് മലയാളികൾക്ക് പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്